ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷുവിൻ്റെ പുതിയൊരു ഡെയിലി ടെക്നിക്കൽ ടോക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ടോപ്പിക്കായിട്ടാണ്. അതായത് നമ്മൾ പാസ്റ്റ് ബെയർ മാർക്കറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യാൻ, ബേസിക്കലി ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത് 2018 to 19 വി ഹാഡ് എ വെരി ബാഡ് ബെയർ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ക്യാപ് ഇൻഡെക്സ്. സ്മോൾ ക്യാപ് ഇൻഡെക്സ് വളരെ മോശമായ ഒരു ഫോൾ ആയിരുന്നു 2018 to 19 നമ്മൾ കണ്ടത്. അത് എൻഡ് ഓഫ് 2017 മുതൽ 2019 എൻഡ് അല്ലെങ്കിൽ 2020 സ്റ്റാർട്ട് വരെ നമുക്ക് വളരെ മോശമായ ഒരു സിനാരിയോ ആയിരുന്നു സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ ഒരു സിനാരിയോ ആണോ നമുക്കിവിടെ പ്ലേ ചെയ്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്രെഡ്ത്ത് അനാലിസിസ് എന്താണ് പറയുന്നത്, അപ്പോൾ ആ സിനാരിയോ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു ഷുഡ് വാച്ച് ദ ഹോൾ വീഡിയോ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്രക്സ് ഓഫ് എവറിത്തിങ് ദാറ്റ് ഐ എം സെയിങ്. അതിനേക്കാളും കൂടുതൽ എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, മലയാളത്തിൽ അറ്റ്ലീസ്റ്റ് ആരും ഇങ്ങനത്തെ ഒരു ബ്രെഡ്ത്ത് അനാലിസിസ് വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ഒരു വീഡിയോ ആരും ചെയ്താൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ അനാലിസിസും ബ്രെഡ്ത്ത് അനാലിസിസും കാര്യങ്ങളൊക്കെ ഞാൻ പല യൂട്യൂബ് ചാനലുകളിലും ലൈക്ക് ഫോറിൻ യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ച് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ എവിടെയും ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ ആരും അറ്റ്ലീസ്റ്റ് ലൈക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഞാൻ എവിടെയും ഇങ്ങനത്തെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് കണ്ടിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് ആൾക്കാർക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും എന്താണ് ബ്രെഡ്ത്ത് അനാലിസിസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബ്രെഡ്ത്ത് അനാലിസിസിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഡൈവ് ഇൻ, റൈറ്റ്. സോ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ടൈം ഫ്രെയിം എന്ന് പറഞ്ഞതാ Jan 1, 2018 മുതൽ വാട്ട് ഈസ് ദിസ് 2nd of March, അതായത് മാർച്ച് 2020 ഈ ഇടയിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ വന്ന ഒരു തകർച്ചയുണ്ട്. അത് എത്രയായിരുന്നു? 66% സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഇടിഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരു ആണോ ഇപ്പോൾ വരുന്നത്, അതോ 2022 പോലത്തെ ചെറിയൊരു ഇടിവാണോ? അതായത് 22 എത്ര മാക്സിമം ലൈക്ക് 34%, 37.4% ഇൻ 22 അഗെയിൻസ്റ്റ് ദ 60% ഇൻ 2018. ഈ രണ്ടും ലൈക്ക് വലിയ ഡിഫറൻസ് ഇല്ല, ഓൾമോസ്റ്റ് ഇരട്ടിയാണ് 2018 നമ്മൾ ഫോളോ ചെയ്ത് ആസ് കമ്പയർഡ് ടു 2022 ബെയർ മാർക്കറ്റ്. സോ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പം നടക്കുന്ന ബെയർ മാർക്കറ്റിനെ 2018 ബെയർ മാർക്കറ്റായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ വരുന്ന സമയങ്ങളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2018 സ്റ്റാർട്ടിങ് മുതൽ 2022 2020 മെയ് വരെ അല്ല, സോറി മാർച്ച് ഏപ്രിൽ വരെ മാർക്കറ്റ് വീണുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, റൈറ്റ്. സോ ഈ ഒരു സമയങ്ങളിൽ, അതായത് എത്ര ദിവസം, 27 ബാർസ് എന്ന് പറയുന്നത് ഏകദേശം 28 ബാർസ് എന്ന് പറയുന്നത് ഏകദേശം 2.25 കൊല്ലം മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. ഈ സമയങ്ങളിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. കാരണം സ്മോൾ ക്യാപ്സ് ഡൗൺ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങൾ വളരെ ദുഷ്കരമാകും, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് ലോസ് ആയിരിക്കും ഉണ്ടാകുക. കാരണം ഈ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയങ്ങൾ ഇതാണ്, അല്ലേ. 2020 2021, അതായത് 2020 മാർച്ച് ഒരു ബോട്ടം തന്നതിന് ശേഷം സ്ട്രെയിറ്റ് അപ്പ് റാലി ആയിരുന്നു. എത്ര മാസം? 19 മാസം, ഓൾമോസ്റ്റ് 2 കൊല്ലം. അതിനുശേഷം ചെറിയൊരു ബെയർ മാർക്കറ്റ് വീണ്ടും മാർച്ച് ഓഫ് 2023 ആണെന്ന് തോന്നുന്നു, ഏപ്രിൽ 2023 അവിടുന്ന് വീണ്ടും റാലി 100% വീണ്ടും. ഈ ഒരു സമയങ്ങളിലാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്, റൈറ്റ്. ഇവിടെ 200%, ഇവിടെ 100%. ഈ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ മാറിയിരിക്കണം. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. ഡെഫിനറ്റ്ലി ഇത് ലോങ് ടേം ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ പറയുന്നത് ഡെയിലി ചാർട്ട്സ് നോക്കിയിട്ടാണ്. അപ്പോൾ ഡെയിലി ചാർട്ട്സിലും സെയിം സിനാരിയോട് ഞാൻ പറയുന്നത്, അതുപോലെ തന്നെ ലോങ് ടേം ചാർട്ടിലും സെയിം സിനാരിയോയാണ് പറയുന്നത്. ലോങ് ടേം ചാർട്ടിൽ ഒബ്വിയസ്ലി ഈ ചെറിയ ബുൾ ബാക്സ് ഒക്കെ ഡെയിലിയിൽ വലിയ ബുൾ ബാക്സ് ആയിരിക്കും. അപ്പോൾ ഡെയിലിയിൽ ആ സമയങ്ങളിൽ മാറി നിൽക്കാൻ നമുക്ക് മനസ്സിലാവണം, റൈറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഒരു വലിയൊരു ലോങ് ടേം ചാർട്ടിനുള്ളിൽ, ഈ ഒരു ലോങ് ടേം ചാർട്ടിനുള്ളിൽ ഞാൻ പറയുന്നത് നിങ്ങളോട്, ഈ ഒരു ചാർട്ടിൽ ഈ സമയങ്ങളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഈ സമയങ്ങളിൽ മാറി നിൽക്കണം എന്ന്, അല്ലേ. ഈ ഒരു സമയങ്ങളിൽ മാറി, ഈ ഒരു സമയത്ത് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്താൽ 2-2.5 കൊല്ലത്തോളം നമുക്ക് ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ കുറവ് ട്രേഡ് ചെയ്യണം. വളരെ ക്യാപിറ്റൽ നമ്മൾ പെട്ടെന്ന് സംരക്ഷിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യണം എന്നാണ് ഞാൻ ഈ സമയങ്ങളിൽ പറയുന്നത്. പിന്നെ ലോങ് ടേം
അപ് ട്രെൻഡിൽ ഈ സമയത്ത് വരുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കൂടുതൽ ട്രേഡ് ചെയ്യണം, അഗ്രസീവായി ട്രേഡ് ചെയ്യണം, കൂടുതൽ കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കണം അല്ലേ. ഫോർ എക്സാമ്പിൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് 244% മൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അറ്റ്ലീസ്റ്റ് ഒരു 400-500% മൂവ് ചെയ്തിട്ടുണ്ടാകണം. സോ അങ്ങനെയാണ് നമ്മൾ ആൽഫ എന്നുള്ള കാര്യം ജനറേറ്റ് ചെയ്യുക. അതുമല്ല ഈ ഒരു അപ് ട്രെൻഡിനകത്ത് തന്നെ റൈറ്റ്, ഈ ഒരു അപ് ട്രെൻഡിൽ ഡെയിലി ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു അപ് ട്രെൻഡിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് പുൾ ബാക്സ് വന്നിട്ടുണ്ടാവും റൈറ്റ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഡെയിലി ചാർട്ട് പോകുന്നത് റൈറ്റ്. ഇതിനകത്ത് ഈ ഒരു ഡെയിലി ചാർട്ടിൽ ഈ പുൾ ബാക്സ് ഉണ്ടോ, ഈ പുൾ ബാക്സ് നമ്മൾ ട്രേഡ് ചെയ്യരുത് റൈറ്റ്. എന്നിട്ട് ഇതിനകത്തുള്ള ഈ സമയങ്ങൾ നമ്മൾ ട്രേഡ് ചെയ്യണം. ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് ടോപ്പിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് 2-3 കൊല്ലത്തെ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് 2-3 കൊല്ലം മാർക്കറ്റിന് ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞ് കുറേ പ്രോസസ്സ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. സോ നമ്മൾ ഈ കോൺസെപ്റ്റ് കുറച്ചും കൂടെ ചിലപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ കണ്ട കോൺസെപ്റ്റ് ഇതാണല്ലോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. സോ അങ്ങനെ തോന്നൽ ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് മാർക്കറ്റ് എക്സ്പീരിയൻസ് ഓൾറെഡി കിട്ടിയിട്ടുള്ള ആളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ വളരെയധികം വഴിതെറ്റി വന്നിരിക്കുകയാണ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബെയർ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ബെയർ മാർക്കറ്റ് നമ്മുടെ കറണ്ട് ബെയർ മാർക്കറ്റുമായിട്ടുള്ള സിമിലാരിറ്റീസ് കാണിക്കുന്നതെന്ന് പറയാനാണ്. സോ അതിനുവേണ്ടി നമ്മൾ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവുകയാണ്. സോ സ്റ്റോക്ക് എബോവ് 50 DMA ഞാൻ പല വീഡിയോസിലും പരാമർശിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ്ത്ത് മെട്രിക്സ് ആണ്. അറ്റ്ലീസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രെഡ്ത്ത് മെട്രിക്സ് ആണ് സ്റ്റോക്സ് എബോവ് 50 DMA. ഇത് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള സ്റ്റോക്സ് എബോവ് 50 DMA ആണ്. ഇപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഓവർ സോൾഡ് ഏരിയയ്ക്ക് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇന്നത്തെ ദിവസം December 18, 2025. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് വളരെ മോശമാണ്. അറ്റ്ലീസ്റ്റ് ഇതിൽ 50ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നല്ല സെറ്റപ്സും കാര്യങ്ങളൊക്കെ, അറ്റ്ലീസ്റ്റ് 50 പോട്ടെ 45ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല സെറ്റപ്സും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ റൈറ്റ് നോ ഡെഫിനറ്റ്ലി മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ബാഡാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ല. സോ നമുക്ക് ലോങ് ടേം അനാലിസിസ് ചെയ്ത് നോക്കാം. സോ ഇതിനകത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഇത് റിസൾട്ട്സിലേക്ക് വന്നിട്ട് ഇത് മന്ത്ലി ചാർട്ടാക്കാം. ഇത് ഡെയിലി ചാർട്ടാണ്. അല്ലെങ്കിൽ ഡെയിലി ചാർട്ടിൽ നമുക്ക് മന്ത്ലി ആക്കാം റൈറ്റ്. മന്ത്ലി ആക്കിയിട്ട് ഇത് റൺ ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടി. ഇവിടെ 70, ഇവിടെ 10. ഓക്കെ, ഒരു മിനിറ്റ്. 10 and 70. ഓക്കെ, അപ്പോൾ ഇതാണ് 50 സ്റ്റോക്സ് എബോവ് 50 DMA ഓൺ എ മന്ത്ലി ബേസിസ് നമുക്ക് കിട്ടുന്ന വാല്യൂസ് റൈറ്റ്. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ 2005 ഒരു ടോപ്പ് ഉണ്ടായി. ആ ടോപ്പ് വന്ന് അവസാനിച്ച് 2008 ക്രാഷിലാണ് റൈറ്റ്. ഇത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ 1998 പോലുള്ള ഡേറ്റയാണ് നമുക്കുള്ളത്. 1998 മുകളിലേക്ക് പോയി താഴെ വന്നു. ഈ ടോപ്പ് പിന്നെ ഈ ഒരു സ്റ്റാർട്ട് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പ് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ട് പോയി. പിന്നെ ഇവിടെ നമ്മൾ ടോപ്പ് ആവുമെന്ന് വിചാരിച്ചല്ലേ, അറ്റ്ലീസ്റ്റ് 70ക്ക് മുകളിൽ പോയി. 70 മുകളിൽ നിന്ന് വീണ്ടും താഴെ വന്നു. വീണ്ടും 2005 വീണ്ടും 70ക്ക് മുകളിൽ പോയി 74ലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് ക്രാഷ് തുടങ്ങി. അല്ലെങ്കിൽ സ്റ്റോക്സ് എബോവ് 50 DMA ഇറ്റ്സ് മന്ത്ലി 50 DMA സ്റ്റാർട്ടഡ് റെഡ്യൂസിങ്. ഇത് റെഡ്യൂസ് ചെയ്ത് അവസാനം 2008 ക്രാഷിലാണ് അവസാനിച്ചത്. 2008 ക്രാഷിൽ വന്നപ്പോൾ ആകെ ആ ക്രാഷിന് ശേഷം നോക്കുക ആകെ 3% സ്റ്റോക്സാണ് ടോട്ടൽ NSE എന്ന ഇൻഡെക്സിൽ അതിൻ്റെ 50 പീരീഡ് മൂവിങ് ആവറേജ് ഓൺ എ മന്ത്ലി ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ക്രാഷിന് ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ചെറിയ ചോപ്പിനെസ് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും സ്റ്റിൽ ഈ അപ്പ് മൂവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ അപ്പ് മൂവ് ഫിനിഷ് ആവുന്ന എവിടെയാണ്? പ്രോപ്പറായിട്ട് ഇവിടെയാണ് അല്ലേ. അതിന് മുന്നേ ഈ അപ്പ് മൂവ് ഇവിടെ ഫിനിഷ് ചെയ്യാതെ താഴത്തേക്ക് വരുന്നില്ല. പക്ഷെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു അപ്പ് മൂവ് ഇവിടെ ഫിനിഷ് ചെയ്തതിന് ശേഷം നേരെ താഴത്തേക്ക് വീഴുമായിരുന്നു. അതിനുശേഷം ഈ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ചോപ്പ്, പിന്നെ മുകളിലേക്ക് പോയി, പിന്നെ ഇവിടുന്ന് ഇത് എപ്പോഴാണ് ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ. 2017 ആണ് റൈറ്റ്. 2017 ഡിസംബർ
അതിനുശേഷം അതായത് 2018 ജാൻ ഇവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ ക്രാഷ് തുടങ്ങിയിട്ട് എവിടെ അങ്ങനെ അവസാനിച്ചു? കോവിഡ് ഫോളാണ് അല്ലേ? ഇത് ഫിനാൻഷ്യൽ ക്രൈസിസ്, 2008 ഫിനാൻഷ്യൽ ക്രൈസിസ്, 2020 കോവിഡ് ഫോൾ. അതിനുശേഷം ഒരു ഇപ്പം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ടിരുന്ന ഒരുപാട് ആൾക്കാർ 2020 കോവിഡ് ഫോളിന് ശേഷമുള്ള മാർക്കറ്റിൽ വന്നവരാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കോവിഡ് ഫോളിന് ശേഷമുള്ള മാർക്കറ്റിൽ വരാൻ കാരണം? എക്സ്ട്രീംലി പവർഫുൾ മാർക്കറ്റായിരുന്നു കണ്ടത്. സ്ട്രെയിറ്റ് അപ്പാണ്. ഇവിടെയൊക്കെ നേരെ വന്നിട്ട് ചെറിയ ചോപ്പായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വീണ വഴി നേരെ മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റിയിട്ട് കാണും. അറ്റ്ലീസ്റ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ഈ സമയത്ത് ചെയ്തവർ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് മാർക്കറ്റിലേക്ക് വന്നു. മേ ബി 2024 ഒക്കെ ആകുമ്പോഴേക്കും അവരുടെ പോർട്ട്ഫോളിയോ ഒക്കെ നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ സമയം 2024 എന്ന സമയങ്ങളിലൊക്കെ ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 70ക്ക് അടുത്തെത്തി നമ്മുടെ വാല്യൂസ് അല്ലേ? 69, 68, 69. അപ്പോൾ ഇവിടെ ബേസിക്കലി യൂഫോറിയ എന്ന് പറയുന്ന സാധനം മനുഷ്യന്മാർക്ക് കിട്ടുന്ന സ്ഥലമാണ്. കാരണം എല്ലാം മുകളിലേക്ക് പോകുന്നു. അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങണം, അല്ലെങ്കിൽ ഒരുപാട് നിഫ്റ്റി ബീസ് വാങ്ങണം. ഈ സമയങ്ങളിൽ ഒരുപാട് അമേച്ചറായിട്ട് ഏകദേശം ഒരുപാട് സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി കാണും. ആ സ്റ്റോക്സൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡംപ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് മോശമാകുന്നു. അപ്പോൾ ഈ ഹോള് വന്നിട്ട് ഡിസംബർ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ 39% നിൽക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 1998 മുതലുള്ള ഈ സൈക്കിള് ഇത്രയും ശരിയാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഒരു അപ്പ് മൂവ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ മൂവ് ഉണ്ട്, ഒരു അപ്പ് മൂവ് ഉണ്ടെങ്കിൽ ഡൗൺ മൂവ് ഉണ്ട്, ഒരു ഡൗൺ മൂവ് ഉണ്ട്, വീണ്ടും ഒരു അപ്പ് മൂവ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ മൂവ് വേണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു 10% അടുത്തെങ്കിൽ ഈ ഡൗൺ മൂവ് എത്തണ്ടേ? അഥവാ ഈ 10% അടുത്ത് ഡൗൺ മൂവ് എത്തുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോകുന്ന ഒരു സിനാരിയോ എന്തായിരിക്കും? അപ്പോൾ ഈ ഒരു ടോപ്പിന് ശേഷം എപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു കോവിഡ് ഫോൾ, ഇത് 2008 ഫിനാൻഷ്യൽ ക്രൈസിസ്. സോ 2026-27 എന്തും സംഭവിക്കുക, ഒരു കാരണം വേണമെന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഫസ്റ്റ് ലോകത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാർട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത് ഫോൾ ചെയ്യാതെ വീണ്ടും മുകളിലേക്ക് പോയേക്കാം, റൈറ്റ്? അത് നമുക്കറിയില്ല. പക്ഷേ ആസ് പെർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, 2026 മൈറ്റ് നോട്ട് ബി ദാറ്റ് ഗ്രേറ്റ് എന്നാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഈ ചാർട്ട് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബി വെരി കോഷ്യസ്. ഞാൻ പല എൻ്റെ വീഡിയോസിൽ വന്ന് ഇങ്ങനെ ബി വെരി കോഷ്യസ്, ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ടൈം ടു ട്രേഡ് എന്ന് പറയാൻ കാരണം ഇങ്ങനെയുള്ള പല ചാർട്ടുകളും കണ്ടിട്ടുകൊണ്ട് തന്നെയാണ്. കാരണം അറിയില്ല, കാരണം ഇപ്പോൾ 2020 ഇങ്ങനത്തെ ഒരു ഫോളോ അല്ലെങ്കിൽ 2007-8 ഫിനാൻഷ്യൽ ഡെബക്കിൾ അങ്ങനത്തെ ഇഷ്യൂസ്, അങ്ങനെ കാര്യം വരുന്ന ഏതെങ്കിലും ഒരു കോമൺ മാൻ അറിയായിരുന്നോ? ഇല്ല. പക്ഷെ ഡെഫിനറ്റ്ലി ആ സമയങ്ങളിൽ ഇങ്ങനത്തെ ഒരു ചാർട്ട് നോക്കുന്നതിന് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും ഇങ്ങനത്തെ ഒരു ഫോളോ വരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഇവിടെയൊക്കെ. അല്ലെങ്കിൽ ഒബ്വിയസ് ആയിട്ട് നമ്മൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും വളരെ മോശം എൻവിറോൺമെൻ്റ് ആണ് മാറിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ചാർട്ട് നമുക്ക് കാണുമ്പോൾ അത് ഒന്നും കൂടി എവിഡൻ്റ് ആവുകയാണ്. ലൈക്ക് 2026 മൈറ്റ് ബി എ ഡിഫിക്കൽട്ട് മാർക്കറ്റ് ഫോർ ഇന്ത്യൻ ഇക്വിറ്റീസ്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഏതെങ്കിലും സമയത്തിൽ ഇത് തെറ്റാം, ഇത് തെറ്റി ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു സൈക്കിൾ ഞാൻ കണ്ടിടത്തോളം എല്ലാ ടൈം ഫ്രെയിമിലും ഇങ്ങനത്തെ സൈക്കിൾ എങ്ങനെയെങ്കിലും ഉണ്ടാവും. ഹിയർ ആൻഡ് ദർ മൈറ്റ് ബി എക്സാക്ട്ലി സെയിം. ഈ സൈക്കിളിൽ എക്സാക്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ മുകളിലേക്ക് എത്തണമെന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു ഡൗൺ സൈഡിൽ നിന്ന് പിന്നെ മുകളിൽ പോയി ചെറിയ ബുൾ ബാക്ക്, മുകളിൽ പോയി ചെറിയ ബുൾ ബാക്ക്. പക്ഷെ അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് മുകളിലേക്ക് എത്തും. അതുപോലെ തന്നെ മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും താഴെ എത്തും, റൈറ്റ്? സോ അതെങ്ങനെ എത്തും, എത്ര ഫാസ്റ്റായിട്ട് എത്തും എന്നുള്ളത് മാത്രം നമുക്ക് നോക്കി കണ്ടാൽ മതി, റൈറ്റ്? So that is all for the video. I feel like this video should be an eye opener for each and every one of you. കാരണം 2022 പോലത്തെ ഒരു ബെയർ മാർക്കറ്റ് അല്ല നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ കാരണം എന്താ, ഡെഫിനറ്റ്ലി 2022 ബെയർ മാർക്കറ്റ് വന്ന സമയത്ത് നമ്മൾ എവിടെയായിരുന്നു 65 ലെവൽസിലായിരുന്നുണ്ടായിരുന്നത്. അവിടുന്ന് ചെറിയ ബുൾ ബാക്കിന് ശേഷം വീണ്ടും 70ക്ക് അടുത്ത് പോയിട്ടാണ് നമ്മൾ ഒരു ബ്രേക്ക് ഡൗൺ തരുന്നത്, റൈറ്റ്? സോ അതുകൊണ്ടാണ് ഈ ഒരു 70ലേക്ക് പോയിട്ട് വന്ന താഴത്തേക്ക് വരുന്നൊരു ബെയർ മാർക്കറ്റ് ഇല്ലേ, ഈ ഒരു ബെയർ മാർക്കറ്റ് ഇതുമായിട്ട് ഞാൻ കൂടുതൽ ഈ ഒരു മാർക്കറ്റിനെ ഞാൻ കമ്പയർ ചെയ്യുന്നത്. സോ 2017 വീണിട്ട് 2020 നമ്മൾ വീഴ്ച നിന്നത്. പക്ഷെ നമ്മൾ
നിഫ്റ്റി എന്ന ഒരു ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2017 നോക്കിയേ, 2017 നമ്മൾ 2018 നമ്മൾ പട്ടണത്ര അത് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പക്ഷേ വീണപ്പോൾ 30% വിത്തിൻ 2 months അത് വീണു, or 40%, റൈറ്റ്? സോ ഇങ്ങനെയുള്ള ഫോളുകൾ ആണ് ബെയർ മാർക്കറ്റിൽ കൂടുതൽ വരിക. അതുപോലെ ഇവിടുത്തെ ഈ ബെയർ മാർക്കറ്റ് 2008 ബെയർ മാർക്കറ്റിൽ എത്ര 70% നിഫ്റ്റി വീണു. 70% ഫ്രം ദ ടോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 60% or 62% നിഫ്റ്റി വീണിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ നിഫ്റ്റിയിൽ ഇതുവരെ നമ്മൾ കണ്ടില്ല. ഓൾമോസ്റ്റ് മാക്സിമം 16% ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മേ ബി ഹൂ നോസ്, റൈറ്റ്? വി ക്യാൻ അറ്റ്ലീസ്റ്റ് സീ എ ഫോൾ, മേ ബി മോർ ദാൻ ദിസ് ലോ. അറിയില്ല, വീഴുമെന്നല്ല പറയുന്നത്. ഞാൻ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറല്ല. ഞാൻ ഒരുപാട് ഡിഗ്രീസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. ഐ എം ജസ്റ്റ് ഒബ്സർവർ, ആൻഡ് എൻ്റെ ഒബ്സർവേഷൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു ഫോള് ഇവിടെ എത്തുകയാണെങ്കിൽ നിഫ്റ്റി ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ കറക്ഷൻ, ഈ ഇത്രയും വലിയ കറക്ഷൻ ചെയ്തില്ലെങ്കിലും നല്ലൊരു കറക്ഷൻ നിഫ്റ്റിയിലും വരാനുള്ള പ്രോബിലിറ്റി വളരെയധികം കൂടുതലാണ്. സോ ബി കോഷ്യസ്, അഗൈൻ ഐ എം സെയിങ്, സോ ബി കോഷ്യസ്. 2026 മൈറ്റ് ബി ലിറ്റിൽ ട്രിക്കി. സോ ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു, എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ definitely please do like the video, as well as share with your friends and family who are very much interested in stock trading. So have a nice day. Thank you. Happy trading.